ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ സാലഡാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ സാലഡ് ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടുന്നത് കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ സാലഡിലെ മെയിനായിട്ടുള്ള ഐറ്റം ഇതാണ്, ഉള്ളി ഉപ്പിലിട്ടതാണ്. ഇത് ഒഴിവാക്കല്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ഈ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കണം. വളരെ ഹെൽത്തിയും വളരെയധികം ഗുണങ്ങളും ഉള്ളൊരു ഉപ്പിലിട്ടതാണിത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സാലഡിന് ഒരു പ്രത്യേക രുചിയായിരിക്കും. ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ചെറിയൊരു കുക്കുംബറാണ്. കുക്കുംബറിൻ്റെ അളവ് വളരെ കൂടുതലായിട്ടാണ് എടുക്കുന്നത്. ഒരു പാതി ക്യാരറ്റ് ഇതിങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് കൂടാതെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് കൂടിയാണ്. ബീട്രൂട്ടിൻ്റെയും ക്യാബേജിൻ്റെയും അളവ് നമ്മൾ വളരെ കുറച്ച് മാത്രമേ എടുക്കത്തുള്ളൂ. അതുപോലെ നമ്മൾ ക്യാബേജ് എടുക്കുമ്പോൾ അതൊന്ന് കഴുകിയെടുക്കണം. അരിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കണം. ഇതിനൊരു ചെറിയൊരു മണം ഉണ്ടാവും. ആ ചെവയ്ക്കൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കഴുകി വെള്ളം വാലുന്നതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു കപ്പ് കുക്കുംബറും അതേപോലെ ക്യാരറ്റ് 3/4 കപ്പ് ഉണ്ട്. ബീട്രൂട്ടും നമ്മുടെ ക്യാബേജിൻ്റെ അളവ് വളരെ കുറവാണ്. 1/4 കപ്പ് വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് പച്ചക്കറികളൊക്കെ ചെറുതായി അരിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മളുടെ ഉള്ളി ഉപ്പിലിട്ടതാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. നമ്മൾ ഉപ്പിലിട്ടത് ചേർത്ത് കൊടുക്കുന്ന കാരണം ഇതിലേക്ക് വേറെ പുളിക്കായിട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല പുളിയും എരിവും ഒക്കെ ഉള്ളൊരു ഉപ്പിലിട്ടതാണ്. ഞാനിപ്പോൾ കുറച്ച് വലിപ്പമുള്ളൊരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 2 സ്പൂൺ ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കുന്ന പോലെ അത്രയും വരും. അപ്പോൾ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും 2 സ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കണ കാരണം ഞാൻ വേറെ പുളിക്കായിട്ടോ അധികം ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഇത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പിലിട്ടതാണ്. ഇതിൽ നല്ല എരിവും പുളിയും ഉപ്പൊക്കെ ഉള്ള കാരണം അതിനനുസരിച്ച് വേണം നമ്മൾ സാലഡിലേക്ക് ഇനി ഉപ്പും അതേപോലെ തന്നെ എരിവിനായിട്ട് ഞാനിപ്പോൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഇതൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി ഉപ്പോ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ കുരുമുളക് പൊടിയാണെങ്കിലും ഉപ്പാണെങ്കിലും ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴേക്കും നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുന്നതിന് മുന്നേ വേണം നമ്മളിതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നിങ്ങളത് സെർവ് ചെയ്യുന്നതിന് മുന്നേ മാത്രമേ ഇത് രണ്ടും മിക്സ് ചെയ്യാവുള്ളൂ. അതുപോലെ നമ്മളിത് കഴിക്കാൻ നേരം നമ്മളൊരു പാത്രത്തിലേക്ക് പകർന്നെടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കും. നമ്മുടെ കയ്യിലുള്ള ആവശ്യത്തിനുള്ള എന്ത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടിയോ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള എന്ത് നട്ട്സാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബദാം ചെറുതായിട്ട് നുറുക്കിയതാണ്. അതുകൂടാതെ സൺഫ്ലവർ സീഡ് കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കൈവശമുള്ള സീഡ് ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തതിന് ശേഷം നമ്മൾ ഇളക്കാണ്ടിരിക്കുക. അതിന് ശേഷം എടുത്ത് കഴിക്കണമായിരിക്കും നല്ലത്. ഇത് താഴേക്ക് കുറച്ച് നീരൊക്കെ ഉണ്ടാവുമല്ലോ, അതിലുമ്പോൾ അതിൻ്റെ ക്രഞ്ചിനെസ് അങ്ങ് പോവും. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിനൊപ്പം ഇതിങ്ങനെ കടിച്ച് കഴിക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കണം. വളരെ ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു ഫുഡാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. ഇതുപോലുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം വീഡിയോ മിസ്സാകാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.